നമസ്കാരം, ന്യൂസ് 25ലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24. ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാണിച്ച് SIR നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഭരണസ്തംഭനത്തിന് കാരണമാകുമെന്നാണ് സർക്കാർ വാദം. സംസ്ഥാനം എന്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുന്നില്ല എന്ന് ആരാഞ്ഞ ഹൈക്കോടതി ഹർജിയിൽ നാളെ ഉത്തരവ് പറയും. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് അതൃപ്തി. കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടുവെന്നും കത്ത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ല എന്നും V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ CPIക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. SSK ഫണ്ട് ഇനി കിട്ടാതിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്തോട്ടെ, ബിനോയ് വിശ്വത്തിന്റെ പരാമർശം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുമായി ഇടഞ്ഞു നിൽക്കുന്ന ചെറളായി ഡിവിഷൻ കൗൺസിലർ ശ്യാമള S പ്രഭു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസ് ജില്ലാ നേതൃത്വം ശ്യാമളയുമായി ആശയവിനിമയം നടത്തി. കൊച്ചിൻ കോർപ്പറേഷനിലെ ചെറളായി ഡിവിഷനിലാണ് ശ്യാമള പതിവായി മത്സരിച്ചിരുന്നത്. ശ്യാമളയ്ക്ക് ഇത്തവണ BJP സീറ്റ് നൽകിയിരുന്നില്ല. കൂടെ നിൽക്കുന്നവരെ കണ്ണുരുട്ടി പേടിപ്പിച്ച് മൗനികളും അടിമകളുമാക്കി മാർക്സിസം ഉപയോഗിക്കാനാകില്ല എന്ന് CPM നേതാവും KTDC ചെയർമാനുമായ PK ശശി ലണ്ടനിൽ മാർക്സിസത്തിന്റെ ശവകുടീരം സന്ദർശിച്ച ശേഷം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് ഈ പരാമർശം. ഏറ്റുമാനൂരിൽ കോൺഗ്രസ് കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. ഏറ്റുമാനൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സിബി തടത്തിലും സഹപ്രവർത്തകരും കേരള കോൺഗ്രസ് M-ൽ അംഗത്വമെടുത്തു. പുതുതായി പാർട്ടിയിൽ ചേർന്നവർക്ക് ജോസ് കെ മാണി MP അംഗത്വം നൽകി. വടകര എളമ്പങ്കോട്ടുകാവ് ശിവക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന പരാതി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതിനാൽ മാത്രം വർഷങ്ങളായി ചെയ്തുവരുന്ന വാദ്യമേളത്തിൽ നിന്നും കഴിഞ്ഞ വർഷം മുതൽ മലയാള സമുദായത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിയെന്നാണ് പരാതി. തിരുവനന്തപുരം നഗരസഭയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുപോലെ സർപ്രൈസ് മേയറെയും പ്രഖ്യാപിക്കുമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മേയറെ തീരുമാനിക്കുക. ശബരിമലയും സ്വർണ്ണക്കൊള്ളയും തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 3ാം ടൈമിലേക്കുള്ള കുതിപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം പൂശിയ പാളികൾ SIT പരിശോധിക്കും. ഇതിന് അനുമതി തേടി പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിക്ക് കത്ത് നൽകി. സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായി മാറ്റിയോ എന്നും പരിശോധിക്കും. സ്വർണ്ണപ്പാളികൾ എത്രത്തോളം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പന്തളത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ ചേർന്നു. ഇടയാടി ബ്രാഞ്ച് സെക്രട്ടറി K ഹരിയും കുടുംബവുമാണ് BJPയിൽ ചേർന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K ഹരിയുടെ ഭാര്യ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു. ആലുവ നഗരസഭയിൽ 3 ദമ്പതിമാർ NDA സ്ഥാനാർത്ഥികളായി 6 വാർഡുകളിൽ മത്സരിക്കും. ഇതിൽ 5 പേർ BJPയിലും ഒരാൾ BDJSലുമാണ് മത്സരിക്കുന്നത്. ദമ്പതിമാരിൽ ഒരാൾ നിലവിലെ കൗൺസിലറാണ്. ചരിത്രത്തിലാദ്യമായി നഗരസഭയിലെ 26 സീറ്റുകളിലും ഇക്കുറി NDA മത്സരിക്കും. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ. DCCക്ക് മുന്നിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ബിന്ദു കൃഷ്ണ BJP ഏജന്റാണോ എന്ന തരത്തിലുള്ളതാണ് പോസ്റ്ററിലെ ചോദ്യം. താമര ചിഹ്നത്തിനൊപ്പം നരേന്ദ്രമോദിയുടെയും ബിന്ദു കൃഷ്ണയുടെയും ചിത്രം വെച്ചുകൊണ്ടാണ് പോസ്റ്റർ ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. സമസ്ത കേന്ദ്ര മുശാവറയിൽ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാത്തതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. കേന്ദ്ര മുശാവറയിൽ പുതിയ 6 പേരെ കൂടി ഉൾപ്പെടുത്തിയെങ്കിലും സസ്പെൻഡ് ചെയ്ത ലീഗ് അനുകൂലിയായ മുസ്തഫൽ ഫൈസി തിരിച്ചെടുത്തിരുന്നില്ല. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിലാണ് ലീഗിന് അതൃപ്തി. 2ാം ഗേറ്റ് ബസ് സ്റ്റോപ്പിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. ഒരു ബസിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു. ഗ്ലാസ് തെറിച്ച് യാത്രക്കാരിക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത സാഹസിക വിനോദമായ പയ്യോഞ്ചി യാത്ര സർക്കാരിന് കീഴിൽ പരിശീലിക്കാം. ഇതിനായി അക്കാദമി സ്ഥാപിക്കാൻ വഴി തെളിയുന്നു. തീരമേഖലയിൽ കൂടുതൽ തൊഴിലുറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് ടൂറിസം വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. അരൂർ മേൽപ്പാലത്തിൽ ഗഡറുകൾ തകർന്നു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അപകടത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായി ആവശ്യപ്പെട്ട PWD സെക്രട്ടറിക്ക് മന്ത്രി കത്തയച്ചു. ആശ്രിത നിയമനം വേണ്ടാത്തവർക്ക് സമാശ്വാസ ധനം നൽകുന്നതിനടക്കമുള്ള വ്യവസ്ഥകളിൽ വ്യക്തത വരുത്തിയ സർക്കാർ 2025 മാർച്ച് 29-ന് മുൻപ് മരിച്ചുപോയ ജീവനക്കാരുടെ ആശ്രിതർക്ക് സമാശ്വാസ ധനത്തിന് അർഹതയുണ്ടായിരിക്കില്ല. ഈ കലണ്ടർ വർഷം മുതൽ ഓരോ 16ാമത്തെ ഒഴിവും ആശ്രിത നിയമനത്തിനായി മാറ്റിവെക്കണമെന്നും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശിച്ചു.
സ്ത്രീകൾക്ക് മാസം 1000 രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചു. പെൻഷൻ കിട്ടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സ് കവരാൻ അതിഭീകര കാമുകൻ എത്തുന്നു. മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ലുക്മാനും ദൃശ്യ രഘുനാഥും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ അർജുൻ എന്ന കഥാപാത്രവുമായി ലുക്മാൻ എത്തുമ്പോൾ അനു എന്ന നായിക കഥാപാത്രവുമായാണ് ദൃശ്യ രഘുനാഥ് എത്തുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹനൻ എന്ന കഥാപാത്രവുമായി എത്തുന്ന വിലായത് ബുദ്ധയുടെ ട്രെയിലർ ലോഞ്ച് നവംബർ 14 കൊച്ചിയിൽ നടക്കും. ലുലുമാളിൽ വൈകിട്ട് 6:30 സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത്. ചിത്രം നവംബർ 21 വേൾഡ് വൈഡ് റിലീസ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള സ്ക്വാഡിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ ടീം. ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിന് 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരവും കമാൻഡറുമായ ആകാശ് ചോപ്ര. ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവിയെ സമീപിക്കാനൊരുങ്ങി ISL ഐ ലീഗ് ക്ലബ്ബുകൾ. വിഷയത്തിൽ AIFF നിസ്സഹായാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് ക്ലബ്ബുകൾ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ സഹായം തേടിയത്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.